ഹായ്, വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്ന് ഞാനൊരു സ്നാക്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. പാലക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പാലക്ക് വെച്ചിട്ട് നമുക്കൊരു പക്കാവട ഉണ്ടാക്കാം. ആദ്യം നമുക്ക് പാലക്കൊക്കെ നല്ലോണം വൃത്തിയാക്കി ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കഴുകി കൊണ്ടുവന്നതാണ്. ഇതിൽ നിന്ന് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. പാലക്ക് നമുക്ക് ഇതേപോലെ അരിഞ്ഞെടുക്കാം. നമുക്ക് മിക്സ് ചെയ്യുന്ന ബൗളിലേക്ക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു പൊട്ടാറ്റോ അതിലിടുന്നുണ്ട്. തോലൊക്കെ ചെത്തി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നത്. അത് നമ്മൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്തോ ഉരുളക്കിഴങ്ങ് നമ്മൾ ഈ വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് സവാള അരിഞ്ഞിടാം. ചെറിയ സവാളയാണ്, അപ്പോൾ അത് കാരണം ഞാൻ 3 എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 മതി. അതിങ്ങനെ ഇതേപോലെ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കാം. നമുക്കത് പാലക്കിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്കുള്ള പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് എല്ലാം കൂടി ഒരുമിച്ച് ക്രഷ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇടുന്നത്, അതിട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ചേർക്കാം. നമ്മൾ ഈ പൊട്ടാറ്റോ വെള്ളത്തിലിട്ട് വെച്ചതില്ലേ, അതൊന്ന് നമുക്ക് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യുന്ന ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നമുക്കൊന്നൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ഒന്നിങ്ങനെ കൈ കൊണ്ട് നല്ലോണം ഒന്ന് തിരുമ്മി കൊടുത്താൽ മതി. അപ്പോൾ ആ ഇലകളൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. പൊട്ടറ്റോ നമ്മൾ ഗ്രേറ്റ് ചെയ്തത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കറ പോകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അത് ഗ്രേറ്റ് ചെയ്തിട്ട് വെള്ളത്തിലിട്ടത്. ഇനി ഇതിങ്ങനെ ഇതേപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ച പച്ചമുളക്, ഇഞ്ചി, പെരുംജീരകം, ജീരകം ഇത് ഇട്ട് കൊടുക്കാം. അതുപോലെ അതൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നമ്മളതിലേക്ക് 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലിപ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്തില്ല, അപ്പോൾ ആ ഉള്ളിയുടെയും ഒക്കെ ഒരു നനവുണ്ടാവും. അപ്പോൾ വേറെ വെള്ളം ആദ്യം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ നമ്മളിത് കുറേശ്ശെ ഇട്ടിട്ട് നമ്മുടെ പാകത്തിന് പക്കവട ഉണ്ടാക്കേണ്ട പാകമാവുന്ന വരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1 കപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. 1 കപ്പ് കടലപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂണ് കോൺഫ്ലവറാണ് ഞാൻ ഇടുന്നത്. ഇനി കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ഇടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു കളറിനാണ് കേട്ടോ. അതുപോലെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം നമുക്കൊന്ന്
മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ ഇനിയും നനവ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതാ ഈ ഒരു പാകത്തിന് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇതിങ്ങനെ പൊക്കവടയൊക്കെ ഇടാനുള്ള പാകത്തിനാണ് ഞാനൊരു 1/2 കപ്പ് കടലപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഒരു 1/2 സ്പൂണ് കോൺഫ്ലവറും കൂടി. അപ്പോൾ 2.5 സ്പൂണ് കോൺഫ്ലവറും ഒരു 1.5 കപ്പ് കടലപ്പൊടിയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിലൊക്കെ ഉപ്പൊക്കെ ഇപ്പോൾ നോക്കാം കേട്ടോ. നമ്മൾ കുഴയ്ക്കുമ്പോൾ ഉപ്പിട്ടതാണ്. പിന്നെ കടലപ്പൊടിയിലൊക്കെ ഒരു ഉപ്പ് രസമുള്ളതാണ്. അപ്പോൾ അധികം കൂടുതൽ നമ്മൾ ഉപ്പിടരുത്. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഇതേപോലെ പൊക്കവട നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്കിത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് പോലും വെള്ളം ചേർക്കേണ്ടി വന്നിട്ടില്ല. അതാണ് അപ്പോൾ നമ്മൾ ആദ്യം ചീരയും ഉള്ളിയും പൊട്ടറ്റോ ഒക്കെ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചാൽ അതിൽ നിന്ന് തന്നെ നനവ് വരും. ഞാൻ ഇടയ്ക്ക് നമുക്ക് ഇതേപോലെ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് മറിച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്നിങ്ങനെ നല്ലോണം മുരിച്ച് എടുക്കാം. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ പൊട്ടറ്റോവും ഒക്കെ ചേർന്നാൽ ഒരു നല്ലൊരു ടേസ്റ്റാണ്. പാലക്കും പൊട്ടറ്റോ അല്ലെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മൾ വെറും പൊക്കവട പല രീതിയിലും നമ്മൾ ഉണ്ടാക്കി നോക്കണം. അങ്ങനെ നമുക്കൊന്ന് നല്ലോണം ഒന്ന് ക്രിസ്പായതിന് ശേഷം നമുക്ക് കോരി മാറ്റാം. നമ്മുടെ പൊക്കവട റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. അങ്ങനെ നമുക്ക് എല്ലാ പൊക്കവടയും ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ എല്ലാ പൊക്കവടയും നമ്മൾ വറുത്തെടുത്തു. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നമ്മുടെ നല്ല ചൂട് ചായക്കൊപ്പം നമ്മളെ പാലക് പൊക്കവട എന്ത് ടേസ്റ്റായിരിക്കും എന്നറിയോ ഇത് രണ്ടും കൂടി കഴിക്കാൻ. എല്ലാവരും ഒന്ന് പാലക്ക് കൊണ്ട് പൊക്കവട ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണേ. എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.